വയനാട്ടിൽ മഴ തകർക്കുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സുർജിത്ത്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ രാത്രി മുതൽ കനത്ത രീതിയിലുള്ള മഴയുണ്ട്. ഇടവിട്ടാണ് ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നത്. ശക്തമായ കാറ്റുണ്ടായിരുന്നു. പലയിടത്തും റോഡിലേക്ക് മരം കടപുഴകി വീഴുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിഹരിച്ച് വരുന്നൊരു സാഹചര്യമുണ്ട്. വൈദ്യുതി ബന്ധം ഇടയ്ക്കിടെ തടസ്സപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെ മുതൽ വലിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. ചില സംഭവങ്ങളും ഈ വയനാട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ശക്തമായ മഴയിൽ വീടിൻ്റെ മുറ്റത്തോട് ചേർന്ന 50 അടി താഴ്ചയുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്ന സംഭവം ഉണ്ടായത് പുൽപ്പള്ളിയിലാണ്. താഴെയങ്ങാടി ചേലാമഠത്തിൽ തോമസിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് തകർന്നത്. ഇത് കരിങ്കല്ല് കൊണ്ട് കെട്ടിയ കിണറായിരുന്നു. ഈ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വർക്ക്ഷോപ്പിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പുളിയമ്മാക്കൽ അരുണിൻ്റെ ഉടമസ്ഥയിലുള്ള താഴെയങ്ങാടി പ്രവർത്തിക്കുന്ന AVA മോട്ടോഴ്സിൻ്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. അതോടൊപ്പം ഈ കാറ്റിലും മഴയിലും 60 കവല എന്നുള്ള പ്രദേശത്ത് മേലെ പൂരയിടത്തിൽ നിധിൻ്റെ വീടിൻ്റെ പിന്നിലെ അടുക്കളയ്ക്ക് സമീപത്തെ ഷെഡിന് മുകളിലേക്ക് മരം വീണിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വയനാടിനെ സംബന്ധിച്ച് ഈ പുഴങ്കുനി എന്ന് പറയുന്ന പ്രദേശമുണ്ട്, ബത്തേരിക്ക് അടുത്താണ്. അവിടെ ഈ കല്ലൂർ പുഴ കവിഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ കവിഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. ഏറ്റവും ആദ്യം തന്നെ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണിത്. അവിടെ വെള്ളം കയറിയതിനെ തുടർന്ന് ഈ പുഴങ്കുനി കോളനിയിൽ, അതായത് ഈ വയലിൻ്റെ അകത്തായി ഒരു ആദിവാസി ഊരുണ്ട്. അവിടെ നിന്നുള്ള ആളുകളെ എല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ചിലർ ബന്ധു വീടുകളിലേക്ക്, ചിലർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എല്ലാം തന്നെ മാറ്റി പാർപ്പിക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ശക്തമായ മഴ ഇടവിട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് വയനാടിനെ സംബന്ധിച്ചുള്ളത്. വയനാട്ടിൽ എന്തായാലും മഴ തുടരുന്നു. ഈ ആളുകളോടെല്ലാം തന്നെ, പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലുള്ള ആളുകളോടും അതോടൊപ്പം കീഴ്ത്തടത്തിലുള്ള ആളുകളോടും എല്ലാം തന്നെ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്.